ഒരുപാട് പ്രതീക്ഷയോടെ ഖത്തറിലേക്ക് വണ്ടി കയറിയ ഒരു ടീമായിരുന്നു നമ്മളെ ബ്രസീൽ. കാരണം ഒരു പിടി യുവതാരങ്ങൾ, ക്വാളിറ്റി ഉള്ള താരങ്ങൾ, യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ. ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ 2-3 ടീം ഉണ്ടാക്കേണ്ട ടീം ബ്രസീൽ തോറ്റതിന് പിന്നാലെ ബ്രസീൽ എ ടീമാണോ ബി ടീമാണോ കളിച്ചിരുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രോൾ മുഖേന. കാരണം അത്രയും പ്ലേയേഴ്സ് നിരന്ന് കിടക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ചകളൊക്കെ ബ്രസീൽ ഫാൻസിൻ്റെ ഇടയിൽ വന്നത്. അത്രയും മികച്ച താരങ്ങളാണ് ടീമിനകത്തും പുറത്തും ഉണ്ടായിരുന്നത്. എ ടീം, ബി ടീം, സി ടീം ഒക്കെ ഉണ്ടാക്കേണ്ട, ഈ പറഞ്ഞ മാതിരി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബ്രസീലിലന്ന്. അങ്ങനെ ഖത്തറിലേക്ക് വണ്ടി കയറി അവസാനം ക്രൊയേഷ്യയോട് തോറ്റിട്ട് ഒരു ഗോളിൽ വിജയിച്ച് നിന്നിട്ട് വീണ്ടും ഒരു ഗോൾ മടക്കി വാങ്ങി പിന്നീട് പെനാൽറ്റിയിൽ പോയി തോറ്റ്. ആ ഒരു തോറ്റതിൻ്റെ സങ്കടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൂപ്പർ താരം നെയ്മർ ജൂനിയർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്: ഖത്തർ വേൾഡ് കപ്പിൽ തോറ്റതിന് ശേഷം തുടർച്ചയായി 5 ദിവസമാണ് ഞാൻ കരഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർച്ചയായി 5 ദിവസമാണ് ഖത്തർ വേൾഡ് കപ്പിൽ തോറ്റതിന് ശേഷം കരഞ്ഞത്. എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു ആ ഒരു സംഭവം എന്നാണ് ഖത്തർ വേൾഡ് കപ്പിലെ തോൽവി അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, അന്ന് അദ്ദേഹം കരഞ്ഞു നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നേറ്റത്തിൽ പിറന്ന ആ ഒരു ഗോൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്, ആ ഒരു ഗോൾ അദ്ദേഹം നേടി ടീമിനെ മുന്നിലെത്തിച്ചു. പിന്നീട് ആ ഒരു ഗോൾ തിരിച്ചു വാങ്ങിയ സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിച്ചിരുന്ന ആ ഒരു സങ്കടം, അല്ലെങ്കിൽ ഡിഫൻഡർമാരോട് സംസാരിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ മായാണ്. നെയ്മറിൻ്റെ ആ മുന്നേറ്റത്തിൽ തന്നെ നെയ്മർ ഫിനിഷ് ചെയ്ത ഗോളൊക്കെ എപ്പോഴും കൺമുന്നിൽ. കാരണം അത്രയും നിർണായക സമയത്താണ് ആ ഗോൾ പിറന്നത്. 2 ടീമും സമനില പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു നിർണായക ഗോൾ നെയ്മറിൻ്റെ വക ടീമിനെ വിജയത്തിലെത്തിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു ഗോൾ തിരിച്ചു വാങ്ങി ആ ഒരു പെനാൽറ്റിയിൽ ടീം വിടവാങ്ങി. ആ ഒരു സങ്കടം നെയ്മർ ജൂനിയർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സങ്കടകരമായ ഒരു നിമിഷമായിരുന്നു ആ ഒരു നിമിഷം. തുടർച്ചയായ 5 ദിവസമാണ് ഞാൻ കരഞ്ഞത് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞത്. ഏതായാലും 2026 വേൾഡ് കപ്പിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നെയ്മർ. കാരണം പല വട്ടം അദ്ദേഹം 2026 വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ അവസാന വേൾഡ് കപ്പാണ്. ടീമിന് വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ സൂപ്പർ താരം റാഫിഞ്ഞ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. വിനീഷ്യസ് ക്വാളിറ്റിയുള്ള താരമാണ്. അങ്ങനെ മികച്ചൊരു യുവനിര തന്നെ ബ്രസീലിനുണ്ട്. എങ്കിലും വേൾഡ് കപ്പ് പോലുള്ള വേദിയിലേക്ക് പോകുമ്പോൾ 1, 2, 3 താരങ്ങൾ മാത്രം മുൻനിർത്തി പോകുന്നത് ബുദ്ധിയല്ല എന്നുള്ളത് അറിയാം. എങ്കിലും നല്ലൊരു ടീമിനെ തന്നെ ആ സമയമാകുമ്പോഴേക്കും ബ്രസീൽ വാർത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും 2026. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ അദ്ദേഹത്തിൻ്റെ സങ്കടകരമായ നിമിഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു ആ വേൾഡ് കപ്പിലെ തോൽവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.